നമുക്കിതുപോലൊരു വൈൻസ് വരക്കാൻ പഠിച്ചാലോ? എന്നാവാ, അതിനായിട്ട് നല്ല പെർഫെക്റ്റ് കോൺ എടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് ചെറിയൊരു ലൈൻ കൊടുക്കുക, എന്നിട്ട് ഡോട്ട് കൊടുക്കുക. ഇനി ആ ഒരു ഡോട്ടിന് അത്യാവശ്യം പ്രഷർ കൊടുത്തിട്ട് മുന്നോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. വൈൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സെയിം ഷേപ്പ് ആവാൻ വേണ്ടി പാടില്ല. സ്റ്റാർട്ടിങ് തിന്നാവണം, പിന്നെ മിഡിലാവുമ്പോൾ കുറച്ച് തിക്കാവുക, എന്നിട്ട് വീണ്ടും എൻഡിലെത്തുന്ന സമയത്ത് തിന്നാവണം. ഒന്നുമില്ല, സിമ്പിളാണ്. സ്റ്റാർട്ടിങ് പ്രഷർ കുറച്ചിട്ട് വരക്കുക, മിഡിലെത്തിക്കഴിഞ്ഞാൽ കുറച്ചധികം പ്രഷർ കൊടുക്കുക, എൻഡിലെത്തിക്കഴിഞ്ഞാൽ പ്രഷർ കുറച്ച് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് വൈൻസ് ബഞ്ചാക്കി എടുക്കാൻ പറ്റും. ആദ്യം തന്നെ 2 വൈൻസ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മിഡിലായിട്ട് വീണ്ടും ഒരു വൈന് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ടുള്ള ബഞ്ചസ് ആയിട്ടുള്ള വൈന് കിട്ടും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു വൈൻസ് കൊടുക്കേണ്ടത്. ഇനി എന്തായാലും വൈൻസ് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് നോക്കാം. അതിനായിട്ട് നല്ല അടിപൊളി ഒരു കേവ് കൊടുക്കാം, എന്നിട്ട് അതിനനുസരിച്ചിട്ട് വൈൻസ് സെറ്റാക്കി എടുക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.